Dear students, welcome to the cost accounting class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾ നോട്ടൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ജെആയിട്ട് ജസ്റ്റ് ഇൻ ടൈം വരെ നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയറായ പർച്ചേസിങ് ഓഫ് മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തു. അതായത് മെറ്റീരിയൽ പർച്ചേസിങ്, നമ്മൾ മെറ്റീരിയൽ എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ മൊത്തം 4 രീതിയിലാണ് പറയുന്നത്. പർച്ചേസിങ് ഓഫ് മെറ്റീരിയൽ, സ്റ്റോഴ്സ്, ദെൻ ഇഷ്യൂയിങ് ഓഫ് മെറ്റീരിയൽ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പർച്ചേസിങ്, നിങ്ങൾക്കറിയാം. പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ്, ഇഷ്യൂ. ഈ ഒരു ഇതിലാണ് നമ്മൾ അന്ന് പഠിച്ചത്. പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ്, ഇഷ്യൂ. അതിൽ പർച്ചേസിങ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതേപോലെ റിസീവിങ് നമ്മൾ പഠിച്ചു. സ്റ്റോറേജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെ എവിടെ സ്റ്റോർ ചെയ്യും, സ്റ്റോഴ്സ് കൺട്രോൾ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാൻ പോവാണ്. നമ്മൾ സ്റ്റോഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് ചെയ്ത് കൊടുക്കുക, ഇഷ്യൂ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ നമ്മൾ പഠിക്കുന്നത്. അതായത് മെറ്റീരിയൽ കെപ്റ്റ് ഇൻ സ്റ്റോഴ്സ് ആർ അൾട്ടിമേറ്റ്ലി ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ നീഡി ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അപ്പോൾ നമ്മൾ സ്റ്റോഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എപ്പോഴാണോ ആർക്കാണോ ആവശ്യമുള്ളത് അതെന്ത് ചെയ്യുക, വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇഷ്യൂ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂഡ് ഓൺലി അഗെയിൻസ്റ്റ് പ്രോപ്പർ ഓതറൈസേഷൻ. നമ്മൾ മെറ്റീരിയൽ കൊടുക്കുക എങ്ങനെ മാത്രമാണ്, ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, എത്ര കൊടുക്കണം, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ ഓതറൈസേഷൻ വേണം, ഞങ്ങൾക്ക് ഇത്ര വേണം, അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കൂ, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യും. ദെൻ മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂഡ് വിത്തൗട്ട് കോസിങ് ഡിലേ. നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തെടുക്കണം, ഡിലേ ഇല്ലാതെ മെറ്റീരിയൽ കൊടുക്കണം. കാരണം പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും മെറ്റീരിയലിന് വരിക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, മെറ്റീരിയൽ നമ്മൾ കയ്യിൽ വേഗം എടുത്തു കൊടുക്കണം. മെറ്റീരിയൽ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ കൺവീനിയൻറ്റ് പ്ലേസ് ഫെസിലിറ്റേറ്റിംഗ് ക്വിക്ക് ഇഷ്യൂ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന സ്ഥലം, അപ്പോൾ അത് ഒരുപാട് എന്താ പറയുക, കമ്പനിയായിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലൊന്നും ഇഷ്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്ഷൻ ഡിലേ ആവാതെ നമുക്കത് ഇഷ്യൂ ചെയ്യേണ്ട അവസ്ഥ വരും. സോ എപ്പോഴും സ്റ്റോർ ചെയ്യുന്ന സ്ഥലം എന്തായിരിക്കണം, കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ കമ്പനി നിയർ ബൈ പ്ലേസിലായിരിക്കണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. മെറ്റീരിയൽ ഷുഡ് ബി പ്രോപ്പർലി ക്ലാസിഫൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫൈ ചെയ്തിരിക്കണം, പ്രോപ്പർലി റെക്കോർഡഡ് ആയിരിക്കണം. പ്രൈസ് നമ്മൾ ഷുഡ് ബി പ്രൈസ്ഡ് ആൻഡ് എൻറ്റേർഡ് ഇൻ ടു സ്റ്റോഴ്സ് ലെഡ്ജർ. ഈ മെറ്റീരിയൽ എത്ര വാങ്ങി വെച്ച് എത്ര പ്രൈസാണെന്നുള്ളതൊക്കെ സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമ്മൾ കാണിക്കുകയും വേണം. നമ്മൾ ബിൻ കാർഡിൽ കാണിച്ചിട്ടുണ്ട്, അതേപോലെ എവിടെയും കാണിക്കണം, സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമ്മളത് കാണിച്ച് വെക്കണം എന്നാണ് പറയുന്നത്. ഇനി മെറ്റീരിയൽ റിക്വിസിഷൻ. മെറ്റീരിയൽസ് വിൽ ബി ഇഷ്യൂഡ് ബൈ ദ സ്റ്റോർ കീപ്പർ ഓൺലി ഓൺ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡ്യൂലി ഓതറൈസ്ഡ് ഡോക്യുമെൻറ്റ് കോൾഡ് മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോഴ്സ് റിക്വിസിഷൻ നോട്ട്. ഇറ്റ് ഈസ് എ ഫോമൽ റിക്വസ്റ്റ് ബൈ ദ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് ടു സ്റ്റോർ കീപ്പർ ഫോർ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. അതായത് മെറ്റീരിയൽ ഇഷ്യൂ നോട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ മെറ്റീരിയൽ ആവശ്യമുള്ളത് അവർ റിക്വസ്റ്റ് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റാണ്, ഒരു ഡോക്യുമെൻ്റ് ആണെന്ത്, റിക്വസിഷൻ ഡോക്യുമെൻ്റ് ആണെന്ത്, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ. ഇതിൽ എത്ര മെറ്റീരിയൽ വേണം, എന്ന സ്ഥലത്ത് എന്ന പ്ലേസിലേക്കാണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി വേണം, ഏത് പ്രൈസിന്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യും ഇതിൽ പറഞ്ഞിരിക്കും, ഈ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടിൽ പറഞ്ഞിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ബിൽ ഓഫ് മെറ്റീരിയൽസ്. എ ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് എ ലിസ്റ്റ് ഓഫ് കംപ്ലീറ്റ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ എ ജോബ്. അപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര മെറ്റീരിയൽ വേണം, അതിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റിനാണ് എന്ത് പറയുക, മെറ്റീരിയൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. അതായത് വർക്ക് ഓർഡറിനനുസരിച്ച് നമ്മളത് എന്ത് ചെയ്ത് വെക്കണം, എടുത്ത് വെക്കണം. സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ എന്നും കൂടെ ഇതിന് പറയും. ഇനി എന്താണ് ഫങ്ഷൻസ് ഓഫ് ബിൽ ഓഫ് മെറ്റീരിയൽ നോക്കിക്കോളൂ. ഫങ്ഷൻസ് ഓഫ്